ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഫുള്ളായും കാണണം. എന്താ പറയുക, നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് പപ്പായയും അതുപോലെ തന്നെ വത്തക്കയും ഒക്കെ ഒന്ന് ചെറിയ കട്ട് ചെയ്തിട്ട് കുട്ടികളും ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നു. അത് കുറച്ച് എടുത്ത് നമ്മൾ മാത്രം ഇങ്ങനെ കഴിച്ചാൽ പോരല്ലേ, പെരുന്നാളാണെന്നും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ബിരിയാണിയും കുറച്ചുണ്ടായിരുന്നു. അതെല്ലാം കൂടി നമ്മൾ പക്ഷികൾക്കൊക്കെ ഒന്ന് ഒരു മതിലിൻ്റെ ഒരു സൈഡിലായിട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വന്നത് നമ്മളെ ചെമ്പോത്താണ് കേട്ടോ. ചെമ്പോത്ത് വേഗം വന്ന് അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അണ്ണാരക്കണ്ണൻ എത്തിയിട്ടുണ്ട്. അണ്ണാരക്കണ്ണനും നന്നായി ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെമ്പോത്തും അണ്ണാരക്കണ്ണനും ബിരിയാണിയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ കുറച്ച് നെയ്ച്ചോറ് ലേശം ഉണ്ടാക്കിയിരുന്നു ബിരിയാണി കഴിക്കാത്തവർക്ക്. അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മളെ കാക്കകളെല്ലാം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വന്നത് ഒരു കാക്കയായിരുന്നു. കാക്കയ്ക്കൊരു പ്രത്യേകത ഉണ്ടല്ലേ. കാക്ക എന്ത് ഭക്ഷണം കണ്ടാലും പെട്ടെന്ന് എടുത്ത് കഴിക്കാനൊന്നും നോക്കില്ല. അവരുടെ കൂട്ടുകാരെയും മക്കളെയും പേരമക്കളെയും ഒക്കെ വിളിച്ചിട്ടേ അവർ കഴിക്കുള്ളൂ കേട്ടോ. ഒരു പ്രത്യേക തരം പക്ഷികളെന്ന് തന്നെ പറയാമല്ലേ അവർ. അങ്ങനെ കാക്കകളൊക്കെ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാക്കകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ വത്തക്ക ഇഷ്ടമുള്ളത് അതെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ചില കാക്കകൾ നമ്മളെ പപ്പായ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും പഴങ്ങളോട് ഇഷ്ടമുള്ളവരൊക്കെ പഴം എടുത്ത് കൊണ്ടുപോയി. അതുപോലെ നമ്മൾ ബിരിയാണിയും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത്, കുളിർമ എന്ന് പറയട്ടോ മനസ്സിന്. കാരണം നമ്മൾ മാത്രം ഇങ്ങനെ കഴിക്കുകയല്ലല്ലോ. അപ്പോഴേക്കും നമ്മളെ ഒരു വലിയൊരു കാടൻ പൂച്ച ഇങ്ങോട്ട് വരാണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശല്യപ്പെടുത്തുന്ന ഒരു പൂച്ചയാണ് കേട്ടോ. അത് വന്ന് കഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ട് രസിച്ചിട്ടില്ല. അവരത് കണ്ടിട്ട് അവരൊക്കെ ഒന്ന് ആട്ടി ഓടിക്കാൻ ചെന്ന് നോക്കിയിട്ടോ. പക്ഷെ അവർക്ക് ഇവരെ ഓടിക്കാനുള്ളൊരു അത്രത്തോളം കഴിവ് എത്തിയിട്ടില്ല എന്ന് തോന്നിയിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ അവർ വന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു നായക്കൂട്ടം വന്നിട്ടുണ്ട്. മൂപ്പരാണ് പിന്നെ ഫുള്ളും ഫിനിഷാക്കിയത്. അടിപൊളിയൊരു സംഭവം തന്നെയല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കുറച്ചൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് അതൊക്കെ ഒന്ന് നോക്കി എന്തൊരു രസകരമായ കാഴ്ചയാണ്. കാരണം വിശപ്പ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം നമ്മളെ കരിയില നന്നായി വീണിട്ടുണ്ട്. ചെറിയൊരു കാറ്റൊക്കെ വന്നിട്ടുണ്ട്. മുറ്റവും അതുപോലെ ഇന്ന് റോഡ് നമ്മളൊന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമ്മളെ ഗേറ്റിൻ്റെ പുറത്ത് അവിടെയും ഒരു മഹാഗണി ഉണ്ട്. അതുപോലെ പ്ലാവുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ നന്നായി വീണിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി നമ്മളെ തെങ്ങിൻ്റെ ചോട്ടിലാണ് ഇതൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. തെങ്ങിന് നന്നായിട്ട് നമ്മളെ തേങ്ങ പിടിക്കാനും ഒക്കെ ഒരു നല്ലതാണ്. അതുപോലെ തന്നെ വേനൽ ചൂടിന്നും പിന്നെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മളെ കരിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് 6 മണിക്ക് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. റോഡും മുറ്റവും അതുപോലെ വീടിൻ്റെ ബേക്കും ഒക്കെ നന്നായി നടിച്ച് വാരി കരിയിലെല്ലാം 2-3 തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടുക്കളയിൽ കയറിക്കുകയാണ്. ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവൊക്കെ അടിപൊളിയായി പൊന്തി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. ദോശമാവ് ഒന്ന് പൊന്തി വന്ന് കാണുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേകം പെട്ടെന്ന് ജോലി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ നമ്മളെ ദോശ. അപ്പോൾ അതൊക്കെ ചുട്ടും കൊണ്ടിരിക്കണേ. അതിലേക്ക് നമ്മൾ അടിപൊളിയൊരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും പച്ചമുളകും ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടുകടല ഇല്ലാത്ത കാരണം അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിക്കോട് കൂടിയുള്ളൊരു ചട്നി ആകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഇനി പണി നമുക്കങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണല്ലേ. രാത്രി 11 മണി വരെ എടുത്താലും കഴിയില്ല. എത്ര എടുത്താലും നമ്മൾ എന്താ എടുത്തു എന്ന് ചുറ്റുവട്ടം നോക്കുമ്പോൾ ഒന്നും എടുത്തതായി തോന്നുമില്ല കേട്ടോ. അതാണ് ഈ അടുക്കളപ്പണി വീട്ടുപണി എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഇന്ന് കുറച്ച് കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചേമ്പുമാണ്. പിന്നെ അടിപൊളിയൊരു മോര് കറി ഉണ്ടാക്കണേ. അതൊക്കെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ച്
ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല തിക്കോട് കൂടെ തന്നെ നമ്മളെ കറി ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ട തൈരാണ്. അതിലേക്ക് നമ്മൾ തേങ്ങയും അതുപോലെ ചെറിയ ജീരകമാണ് അരച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളിയൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ നമ്മളെ മോരുകറിക്ക് വറവിട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ രുചികരമായി തോന്നുന്നത്. വറവിടുമ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യണത് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് കടുക്, അതുപോലെ ചെറിയ ജീരകം, പിന്നെ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് വറ്റൽമുളകില്ലാത്ത കാരണം നല്ല പഴുത്ത പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക് നല്ല കളറുള്ള കാരണം കാണാനൊരു ഭംഗിയും കൂടിയാണ് കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മൾ തേങ്ങയിൽ നന്നായി അരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുമ്പളങ്ങ വേവിച്ചപ്പോൾ ഒരു 3-4 അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അതിന് ശേഷം കുറച്ച് സിലോപ്പി മീൻ കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഉച്ചയൂണിലെ വിഭവങ്ങൾ. കുറച്ച് അച്ചാറൊക്കെ കൂട്ടി അങ്ങനെ അടിപൊളിയാക്കി എടുത്തു. വൈകുന്നേരത്തെ വിശേഷമാണ്. നല്ലൊരു അടിപൊളി മഴ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കാറ്റും ഇടിയൊന്നും ഇല്ലാതെ നല്ലൊരു മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആ മഴ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. കുട്ടികൾ നല്ല എല്ലാവരും ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുട്ടികളെല്ലാം പുറത്തുപോയി നല്ല കളിയാണ്. മണലും ഒക്കെ ചേർത്ത് അവർ പുട്ടും ഒക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. അതുപോലെ മരം കാണുമ്പോൾ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടും വെക്കേഷനൊക്കെ അടിപൊളിയാക്കിയെടുത്ത് ഇത് കാണുമ്പോൾ നമ്മളെ കുട്ടിക്കാലം ഓർത്തു പോവുകയാണല്ലേ. മണലിൽ കളിക്കുമ്പോൾ ഇതുപോലെ പണി കിട്ടിയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇല ഒഴിഞ്ഞ മരങ്ങളൊക്കെ പുതിയ തളിരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.